ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയുടെ ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പൊന്നി അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഡ്ഡലി അരി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ എടുക്കേണ്ടത് കടലപ്പരിപ്പ്. ഞാൻ ഈ കയ്യിലിന് കണ്ടു, ഈ ചെറിയ കയ്യിലിന് ഒരു കയ്യിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു കയ്യിൽ, ഈ കയ്യിലിന്. പിന്നെ തോരപ്പരിപ്പ് ഈ കയ്യിലിന്. പിന്നെ ചെറുപയർ ഈ കയ്യിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടത്. ഇതെല്ലാം നല്ലോണം ഒരു പാത്രത്തിലേക്ക് കഴുകിയിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം, സോക്ക് ചെയ്ത് വെക്കാം. അത് ഇന്ന് നൈറ്റ് മുഴുവൻ വെച്ചിട്ട് നാളെ രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ദോശയ്ക്ക് വേണ്ടി അരച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം കഴുകിയെടുക്കുന്നത്, നല്ലോണം കഴുകി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ഉണക്കമുളക് മുറിച്ചിട്ട് ഇത് നല്ല സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇന്ന് നൈറ്റ് മുഴുവനും സോക്ക് ചെയ്തിട്ട് നമുക്ക് നാളെ രാവിലെ ഇത് അരച്ചെടുക്കാം. ഓവർനൈറ്റ് മുഴുവനും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസും പരിപ്പും എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിനകത്തൊരു 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ജീരകം, കായംപൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ½ an hour വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ഹെൽത്തി ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാനിപ്പോൾ തേങ്ങാ ചട്നി, അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ചട്നിയാണ്, അതിൽ പൊട്ടുകടലേക്ക് ഇട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഈ 2 റെസിപ്പി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ, ഹെൽത്തിയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. നമ്മൾ ദോശയ്ക്ക് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങാ ചട്നിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തട്ടി വെച്ചിട്ടുണ്ട്. ഉണക്കമുളക് ഒരു 4, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പൊടി, വളപ്പൊടി, ഒരു 3 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടുകടല, ഇതെല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ചട്നിയാക്കി എടുത്തുകൊണ്ട് വരാം.